ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഡിജിപിമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗരേഖ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം. സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് കാസർഗോഡ് നിർവഹിക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി തിങ്കളാഴ്ച സംവദിക്കും. യാത്ര സംസ്ഥാനത്തും പര്യടനം തുടരുന്നു. ആഭ്യന്തര തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കേരളം യുവാക്കൾക്ക് ശുഭപ്രതീക്ഷ നൽകണമെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ കുമാർ ബറി. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കലോത്സവം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആലപ്പുഴയിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഡിജിപിമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിന് ജയ്പൂരിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി സമ്മേളനത്തിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനം ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിലാണ് നടക്കുന്നത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗരേഖയാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവാദ വെല്ലുവിളികൾ, ഇടതുപക്ഷ തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ തുടങ്ങി വിപുലമായ സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളും അവ നേരിടാനുള്ള മാർഗ്ഗങ്ങളും ചർച്ചയാകും. സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര സഹമന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ 12 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കാസർകോട്ട് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വൈകിട്ട് താളിപ്പടപ്പ് മൈതാനിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനമാണ് ജില്ലയിലെ പ്രധാന പരിപാടികളിൽ ഒന്ന്. കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തും. 1.5 പതിറ്റാണ്ടിന്റെ മുറിവിളിക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് ദേശീയപാത 66-ൽ നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായത്. പാലം തുറക്കുന്നതോടെ ദേശീയപാത 66-ൽ കന്യാകുമാരിക്കും മുംബൈക്കും ഇടയിലെ അവസാന റെയിൽവേ ഗേറ്റ് ഓർമ്മയാവുകയും ചെയ്യും. 68 കോടി രൂപ ചെലവിൽ എറണാകുളം EKK ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് പാലം നിർമ്മിച്ചത്. 709 മീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ 4 വരിയിൽ നിർമ്മിച്ച പാലമാണിത്. മൂന്നാറിൽ നടക്കുന്ന പദ്ധതിയും വീഡിയോ കോൺഫറൻസിലൂടെ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ VK സിംഗ്, V മുരളീധരൻ, മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡും ചെറുതോണി പുതിയ പാലവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് നാടിന് സമർപ്പിക്കും. കാസർഗോഡ് നടക്കുന്ന പരിപാടിയിൽ ഓൺലൈനായി അദ്ദേഹം ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. 2017 സെപ്റ്റംബറിലാണ് ദേശീയപാതയുടെ പുനർനിർമ്മാണം ആരംഭിച്ചത്. 381.76 കോടി രൂപ ചെലവഴിച്ചാണ് 42 കിലോമീറ്റർ റോഡിന്റെ പണികൾ പൂർത്തിയാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി തിങ്കളാഴ്ച സംവദിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സംവദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതികളുടെ പൂർണ്ണത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര രാജ്യത്തുടനീളം പര്യടനം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമീണ മേഖലകളിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലുമാണ് ഇന്നത്തെ പര്യടനം. നഗരപ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ്, ഉള്ളൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും. കൊല്ലത്ത് ഇന്ന് പുനലൂർ നഗരസഭയിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര രാവിലെ വേങ്ങോലയിലും ഉച്ചകഴിഞ്ഞ് എടത്തല ഗ്രാമപഞ്ചായത്തിലും നടക്കും. കോട്ടയത്ത് തലയോലപ്പറമ്പ്, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് പര്യടനം നടക്കും. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളുടെ സന്ദേശവുമായി വികസിത് ഭാരത് സങ്കൽപ് യാത്ര മാഹിയിലെത്തി. പോണ്ടിച്ചേരി സ്പീക്കർ R സെൽവം യാത്ര ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും നടക്കുന്ന വികസിത് ഭാരത് യാത്രയെ 4 തവണയായി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ 5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ചാലക്കര ഉസ്മാൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ കണ്ണൂരിലെ ഇന്നത്തെ പര്യടനം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി ലഭിച്ച സഹായം ഉപയോഗിച്ച് കാർഷിക വിജയഗാഥ രചിച്ച യുവ കർഷകൻ ഹരിപ്പാട് കുമാരപുരം സ്വദേശി സമീർ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2019-20 കാലഘട്ടത്തിൽ 30 ഏക്കർ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃത്യത നെൽകൃഷിയും പരീക്ഷിച്ചു. എനിക്ക് ആ കൊല്ലം ചെലവ് കുറയുകയും വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ബാങ്കുകളെ സമീപിച്ചു, പല ലോണുകൾക്കും സമീപിച്ചു. തുടർന്ന് ഞാൻ ആ അഗ്രി ഇൻഫ്രാ ഫണ്ടിനെ പറ്റി അറിയുകയും അതിലൊരു പ്രൊജക്റ്റ് വെക്കുകയും വളരെ എളുപ്പം തന്നെ ലോൺ കിട്ടുകയും ഇന്ന് ഏകദേശം ഒരു 60-65 ലക്ഷം രൂപയുടെ മെഷീനറീസ് ഇപ്പോൾ സ്വന്തമാക്കി നല്ല രീതിയിൽ നെൽകൃഷി നടത്തുന്നു. ഏകദേശം എനിക്കൊരു 250 ഏക്കറോളം നെൽകൃഷി വെള്ളം കയറി മുങ്ങിപ്പോയി. അതിലെനിക്ക് ആ 250 ഏക്കറും ഫസൽ ബീമാ യോജനയിൽ കവർ ചെയ്യാൻ പറ്റി. IT ഫീൽഡിൽ നിന്നേലും ലാഭകരമായി ഏകദേശം മന്ത്ലി ഒരു 1 lakh മേളിൽ എനിക്ക് EMI അടയ്ക്കാനുണ്ട്. അത് ഞാൻ ഈ കൃഷിയിലൂടെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നു. ലക്ഷദ്വീപ് ജനതയുടെ ആതിഥ്യ മര്യാദയിൽ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വീപിന്റെ സവിശേഷ സൌന്ദര്യവും ജനങ്ങളുടെ ഊഷ്മളമായ പെരുമാറ്റവും ഏറെ ആകർഷിച്ചതായി ശ്രീ നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് ഡോക്ടർ മുരളി മനോഹർ ജോഷിക്ക് 89ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്നു. ജോഷിയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ വിപുലമായ സംഭാവനകൾ രാജ്യത്തെ ആഴത്തിൽ സമ്പന്നമാക്കിയെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ മോദി കുറിച്ചു. രാജ്യവളർച്ചയ്ക്ക് അനുകൂലമായ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന് ഏറെ സാധ്യതകളുണ്ടെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ കുമാർ ബറി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഭ്യന്തര തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ യുവാക്കൾക്ക് ശുഭപ്രതീക്ഷ നൽകണമെന്നും ശ്രീ സുമൻകുമാർ പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം രാജ്യപുരോഗതിയിൽ പ്രധാനപ്പെട്ടതാണെന്ന് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടവും ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയും അരങ്ങേറും. ഭരതനാട്യം, നാടകം, നാടൻപാട്ട്, തിരുവാതിരക്കളി, കേരള നടനം, ചെണ്ടമേളം, ബാൻഡ് മേളം, പെൻസിൽ ചിത്രരചന എന്നീ മത്സരങ്ങളും വിവിധ വേദികളിൽ നടക്കും. അതേസമയം അപ്പീലുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും കലോത്സവം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതു തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതിനുള്ള അപേക്ഷയുടെ മാതൃക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലെ സംഭാവന റിപ്പോർട്ടുകളും ഓഡിറ്റ് ചെയ്ത വാർഷിക കണക്കുകളും സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത് ബാധകം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളും സമർപ്പിക്കേണ്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദി ജാവേദ് മട്ടു ന്യൂഡൽഹിയിൽ പോലീസ് പിടിയിലായി. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ജാവേദ് മട്ടുവിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പന്തളത്ത് തുടങ്ങി. ദർശനത്തിനായി വെച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ കണ്ടുതൊഴാൻ പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ മാസം 13-ന് ഉച്ചയ്ക്ക് 1-നാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുക. മകരവിളക്ക് അടുത്തതോടെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസവും രാവിലെ 5:30 മുതൽ രാത്രി 8 വരെയാണ് ദർശനം. 13-ന് പുലർച്ചെ 5-ന് തിരുവാഭരണം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ നിന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ എത്തിക്കും. ശ്രീകോവിലിന് മുന്നിൽ തിരുവാഭരണ പേടകം 11:30 വരെ തുറന്നുവയ്ക്കും. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വ്രതനിഷ്ഠയോടെ ഇരുമുടിക്കെട്ടേന്തിയ 100കണക്കിന് അയ്യപ്പ ഭക്തരുടെ അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ നേതൃത്വത്തിലുള്ള സായുധ സേന ഘോഷയാത്രയ്ക്ക് സുരക്ഷയൊരുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ വൈകുന്നേരം 7 മണിക്കാണ് 3 കളികളുള്ള പരമ്പരയിലെ ആദ്യ T20 നടക്കുന്നത്. ഈ മാസം 7, 9 തീയതികളിൽ അടുത്ത മത്സരങ്ങൾ നടക്കും. കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആലപ്പുഴയിൽ ആരംഭിച്ചു. ഉത്തർപ്രദേശാണ് ബാറ്റ് ചെയ്യുന്നത്. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 12 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 44 റൺസ് എന്ന നിലയിലാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 79 പോയിന്റ് നേട്ടത്തിൽ 71,926-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് ഉയർന്ന് 21,691-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. DGPമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗരേഖ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം. സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം
കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് കാസർഗോഡ് നിർവഹിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി തിങ്കളാഴ്ച സംവദിക്കും. യാത്ര സംസ്ഥാനത്തും പര്യടനം തുടരുന്നു. ആഭ്യന്തര തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കേരളം യുവാക്കൾക്ക് ശുഭപ്രതീക്ഷ നൽകണമെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ കുമാർ ബെറി. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കലോത്സവം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആലപ്പുഴയിൽ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.